കഥയും കഥാപാത്രങ്ങളെയും തിരിച്ച് സമർപ്പിക്കാൻ മാത്രം. ഇങ്ങനെ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻ തന്നാൽ നിങ്ങളുടെ കയ്യിൽ കൊണ്ട് മാത്രമായിരിക്കും. ഓർത്തിട്ട് തന്നെ പേടിയാവുന്നു. നിങ്ങൾ എന്തിനാ ആലോചിക്കണം? നിർത്തിക്ക നിങ്ങൾ. എന്താ ശരിക്കും നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ പ്രശ്നം എന്താ? ഇന്ന് എന്തെങ്കിലും തുടങ്ങിയതല്ല. നിങ്ങൾ കുറേ നാളായി എന്നെ കാണുമ്പോൾ ഇത്ര ചൊറിച്ചില്ല. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾ അന്ന് അവിടെ വെച്ചിട്ട് പറഞ്ഞെന്തോ നിങ്ങൾ ഓർമ്മയില്ലേ? തടി കൂടുതലെന്ന്. അത് നിങ്ങളുടെ ശരീരത്തോടെ നിങ്ങൾ നോക്കിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ചെരുപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് കുഞ്ഞു നോക്കിയാൽ തലയൊന്ന് വിളിച്ചു നിങ്ങൾ എത്തി വരഞ്ഞൊന്നും നോക്കണ്ട. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? ആദ്യം നിങ്ങൾ കണ്ണാടി പോയി സ്വന്തം ശരീരം നോക്കണം. ഞാൻ എൻ്റെ ലൈഫിൽ ആരെയും ബോഡി ഷെയിം ചെയ്തിട്ടില്ല. പക്ഷേ ഇത് നിങ്ങളോട് പറഞ്ഞേ പറ്റത്തുള്ളൂ. നിങ്ങൾ അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. ആദ്യം സ്വന്തം ശരീരം നോക്കിയിട്ടാണ് മറ്റുള്ളവരുടെ ശരീരത്തിന്റെ അളവെടുക്കാൻ നമുക്ക്. മനസ്സിലായോ? നിങ്ങൾ ആദ്യം തീറ്റയും കുറച്ച് ശരീരം നിങ്ങൾ പണിയെടുക്കാൻ നോക്കും. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് നിറം കറുത്തതാണെന്ന്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പൂക്കുറ്റി പോലെ വെളുപ്പത്തിന് കൊണ്ടുവന്നായിരുന്നല്ലോ നിങ്ങളുടെ മൂത്ത വരുമ്പോൾ. എന്നിട്ട് എവിടെയാണ്? നിങ്ങളുടെ കയ്യിൽ കൊണ്ടായിരിക്കും അവൾ പോയത്. അത് വേറെ കാര്യം. എന്തെങ്കിലും ആട്ടെ. എന്ത് ചെയ്ത് എന്ത് മിണ്ടാട്ടില്ല നിങ്ങൾക്ക്? പോയോ? വേറെ അടുത്തിനോട് ഒളിച്ചോടി പോയോ അവള്? അത് ആരുടെ കുഴപ്പം കൊണ്ടാ? അപ്പൊ ഈ വെളുപ്പിലും കറുപ്പിലും ഒന്നും അല്ല കാര്യം. നമ്മുടെ ഉള്ളിലാണ് കാര്യം. മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എന്താ തുമ്പത്ത് പോയിരിക്കുവാണോ? അത് സ്വന്തമായിട്ട് സ്വന്തം വീട്ടിൽ നടക്കുന്ന സ്വന്തം ശരീരത്തുള്ള കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കുക. എന്നിട്ട് കണ്ടവരുടെ കുടുംബത്തിൽ മറ്റുള്ളവരെ അളക്കാൻ നിൽക്കുക. ഇനി നിങ്ങൾക്ക് കുഞ്ഞിലേക്ക് ജീവിക്കാൻ പറ്റത്തില്ലേ? നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളുണ്ട്. ഒരെണ്ണത്തിന് നേരത്തെ ദൈവം കൊണ്ടുപോയി. തരുന്നതും എടുക്കുന്നതും ദൈവം തന്നെയല്ലേ, നമ്മുടെ വിധിയാണ്. അത് ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തത് എവിടെ? രണ്ടാമത്തത് പോയോ? എന്താ പോകാൻ കാരണം? അതിന്റെ ഭാര്യയെ നിങ്ങൾ നിർത്തി പൊറപ്പിച്ചിട്ടില്ല. അവൾ ഓടിപ്പോയപ്പോൾ അവനും പോയി. അവൻ എവിടാന്ന് പോലും നിങ്ങൾക്ക് അറിയത്തില്ല. മൂന്നാമത്തെ മോൻ എവിടെ? അവനെങ്കിലും കുടുംബമായിട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ആ ഭാര്യയും കൊണ്ട് നിങ്ങളുടെ നിന്ന് രക്ഷപ്പെട്ടോളൂ. നിങ്ങളിപ്പോ എവിടാ? ഒറ്റയ്ക്കായി. വല്ലവരുടെ വീട്ടിലാണോ രാത്രി പേടിച്ചിട്ട് പോയി കിടന്നുറങ്ങുന്നത്? കാരണം എന്താ? കയ്യിലിരിപ്പ്. അപ്പൊ എത്ര മക്കളുണ്ട് നിങ്ങൾക്ക്? 3 മക്കൾ. എന്നിട്ട് ആരുണ്ട് നിങ്ങൾ നോക്കാം? നിങ്ങളുടെ ജീവിതത്തിൽ തർക്കമുണ്ടോ? അപ്പൊ സ്വന്തം കാര്യം ആദ്യം നോക്കണം. എന്നിട്ട് മക്കളുടെ കുടുംബത്തിൽ കയറി നിരങ്ങാൻ നിൽക്കണം. മനസ്സിലായോ? പിന്നെ ഒരു കുഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരൻസ് ആദ്യം പ്ലാൻ ചെയ്യണം. അല്ല നിങ്ങളെ പോലെ വെച്ച് വളർത്താൻ നമുക്ക് ഇപ്പോഴത്തുള്ളവർക്ക് ആർക്കും താല്പര്യമില്ല. അവരവർ സ്വയം മനസ്സിലാക്കണം. ഇപ്പൊ വേണോ വേണ്ടേ? ഞങ്ങളൊരു പേരന്റ് ആകാൻ ഇപ്പൊ പ്രാപ്തരാണോ? അതിന് ഫിസിക്കലി മെന്റലി അവർ പ്രിപ്പയർ ആവണം. അല്ല നിങ്ങളെ പോലെ ചുമ്മാ വെച്ചിട്ട് എവിടെയെങ്കിലും പോയി വളരട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. ഇനി മേല എന്നെ കാണുമ്പോൾ നിങ്ങളുടെ ചൊറിഞ്ഞ സ്വഭാവം കൊണ്ട് എൻ്റെ അടുത്തോട്ട് വരരുത്. എന്റെ ടെമ്പർ തെറ്റിയിട്ട് പല ആവർത്തി ഞാൻ പോട്ടെ വെക്കുന്നു. ഇനി മേല എൻ്റെ അടുത്തെന്നല്ല, ഞാൻ കാണത്തത് ഒരാളുടെ അടുത്ത് നിങ്ങൾ ഇനി പറയരുത്. എനിക്ക് കേൾക്കണ്ട. മനസ്സിലായോ? അപ്പൊ ശരി, പോട്ടെ. ചൊറി സൗദ. ഓ പിന്നെ അവളുടെ അഹങ്കാരം കണ്ടില്ലേ? ഇതൊക്കെ അനുഭവിക്കുമ്പോ അങ്ങ് പഠിച്ചോളും. അല്ലേ ചൊറിയുന്ന പിള്ള? റബ്ബേ, അത് അങ്ങനെ അല്ലല്ലോ. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയത്തില്ല. അതുപോലെ അവൾക്ക് ചൊറിയുമ്പോ അവള് പഠിച്ചോളൂ. നമ്മളില്ലേ, എന്റെ മനസ്സ് ശുദ്ധ മനസ്സാ. അതുകൊണ്ട് ഞാനീ പറയുന്നു, എന്റെ മനസ്സ് ശുദ്ധ മനസ്സാ. കേട്ടിട്ടില്ലേ? ശുദ്ധം ദുഷ്ടന്റെ ബലം ചെയ്യുമെന്നാ. മനസ്സിലായോ?